ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ പുതിയൊരു വീഡിയോ വെച്ചാണ് വന്നിട്ടുള്ളത്. വെഡിങ് ആണ്. സോ നമ്മളെ കൂടെ അയ്യാൻ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ഷോപ്പിംഗ് ആണ്. അമ്മ ഡ്രസ്സ് എടുക്കാൻ പോണ വെഡിങ്ങിന്റെ ഷോപ്പിംഗ് ആണ്. 23-ാം തീയതി ആണ് കേട്ടോ. ഇപ്പം നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാം. സോ നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ ഒന്ന് ഡ്രസ്സ് മാറ്റാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഡ്രസ്സ് മാറ്റി. അടിപൊളി ഡ്രസ്സ് കിട്ടി വന്നിട്ടുണ്ട്. ഞാനൊരു ബ്ലാക്ക് ബാഗ് എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നു. പുതിയ വേണ്ട. അപ്പം ഇനി നമുക്ക് എന്താ പറയുക, ഈ കടയിൽ ഷോപ്പിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഗൈസ്, നമ്മൾ എന്താ പറയുക, ഫാമിലിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ലിഫ്റ്റിലാണ്. ഇനി ഏത് ഫ്ലോർക്കാണ് നമ്മൾ പോകുന്നത്? തേർഡ് ഫ്ലോർ. യെസ്, നമ്മൾ തേർഡ് ഫ്ലോർക്കാണ് ഗൈസ് നമ്മൾ പോകുന്നത്. എന്തായാലും അവിടെ ഗൈസ്, നമ്മൾ തേർഡ് ഫ്ലോറിൽ എത്തി. എന്നിട്ട് പോവാണ്. ഫുൾ ആൾക്കാരാണ്. ഫ്ലോർ 3 അല്ലേ? നല്ല തണുപ്പുണ്ട്. അങ്ങനെ ഫ്ലോർ 3 എത്തിയിട്ടുണ്ട്. ഓരോരോ ഡ്രസ്സ് നോക്കാൻ പോയിട്ട് നമുക്ക് അവൻ്റെ ഷർട്ട് നോക്കാൻ പോവാം. ഇത് നമുക്ക് വേറെ നോക്കതാ. അവിടെ പോയി നോക്കിയിട്ട് വരാം. ഇത് നോക്കുക ഗൈസ്. ഇവിടെ നടക്കുക. ഗൈസ്, ഇവിടെ മിറർ ഉണ്ട്. ഗൈസ്, ഈ മിറർ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല തണുപ്പുണ്ട്. ഇനി ബാക്കി ഇവിടുത്തെ ഡ്രസ്സ് കാര്യങ്ങളെ പറ്റി പുതുമാരൻ്റെ ഡ്രസ്, ചെക്കന്മാരുടെ ഡ്രസ്സാണ്. നമ്മളെ പുതിയ എന്താണ് കല്യാണ ചെക്കൻ്റെ കോട്ടൊക്കെ ഉണ്ട്. നല്ല നല്ല കളക്ഷൻസ് കാണും. ഇതാണ് കല്യാണ ചെക്കൻ്റെ. ഇത് ഇങ്ങനെ കാണുന്ന എന്താ പറയാ, കോട്ട്. ഗൈസ്, ഇവിടെ ഒരു ഡ്രസ്സിങ് റൂം ഉണ്ട്. ഡ്രസ്സിങ് റൂം ഇവിടെ അല്ല, ഡ്രസ്സിങ് റൂമാണ് ഗൈസ്. ഇവിടെയും എന്തായാലും നല്ല രസമുണ്ട് ഇവിടെ. ഇനി നമുക്കിനി അടുത്ത ഫ്ലോർക്ക് പോകാം. നമ്മൾ സെക്കൻഡ് ഫ്ലോർക്ക് വന്നിട്ടുണ്ട്. അടുത്ത തുണിയാണ് കാണിച്ചത്. അത് അടിയിട്ട് ഒരു നമ്മൾ ഓഫ് വൈറ്റ് കളറാണ് ഡ്രസ്സ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കണം. ഞങ്ങൾക്കൊരു ഡ്രസ്സ് ഇഷ്ടംപോലെ നല്ല കുറേ പാർട്ടികളുണ്ട്. ഓഫ് വൈറ്റ് അതല്ല, ഓനോട് ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു വൈറ്റാണ്. നമ്മൾ ഒരു ഡ്രസ്സൊക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഒരു പണിയുണ്ട്. നമുക്ക് ഇവിടെ ഇത് ബേബീസിൻ്റെതല്ലേ? ബേബി സെക്ഷൻ അല്ല വേണ്ടത്. അവിടെ പോകണ്ട, വേറെ എവിടെയെങ്കിലും നോക്കാം. ബേബി സെക്ഷൻ കാണിച്ചാൽ ആർക്കപ്പോ ബേബി ഉള്ളത്? ആയിരൻ്റെ ഡ്രസ്സൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ ഡ്രസ്സ്, ഈ ഡ്രസ്സ് അത്യാവശ്യം കുഴപ്പമില്ല. കുഴപ്പമില്ല. ഞങ്ങൾ
എടുക്കണം. ഇതൊക്കെ പാർട്ടി വെയർ ആണ് ഗായ്സ്. ഇതൊക്കെ പാർട്ടി വെയർ ഡ്രസ്സാണ്. എന്തായാലും നമുക്ക് അടുത്തന്നെ പോയിരിക്കാം, നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. കുട്ടികളൊക്കെ ഓടി കളിക്കാൻ ഗൈസ് വരെ ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. കളേഴ്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കണം. ഓഫ് വൈറ്റ് ആണ്, പക്ഷെ നല്ല അടിപൊളി ഡ്രസ്സാണ് നോക്കുന്നത്. നമ്മൾ കളർ വരെ എടുക്കുന്നത്, പക്ഷെ മോഡൽ വേറെ വേറെ എടുക്കുന്നത്. ഞങ്ങൾക്കൊക്കെ പറഞ്ഞു നമ്മളെ ഡ്രസ്സ് ഇവിടുന്നാണ് എടുക്കുന്നത് നോക്കാം ആയിരിക്കും, പക്ഷെ നമ്മളെ ഡ്രസ്സ് ഇങ്ങനെ എടുക്കുന്നത് നമുക്ക് അവിടെ നല്ലൊരു തെളിഞ്ഞ ഡ്രസ്സ് നല്ല അടിപൊളി ഒരു ബ്ലൂ കളറാണത്. ഇത് ഒരു ഡ്രസ് അങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡ്രസ്സ് ഇപ്പോഴല്ല, ഓരത് കഴിഞ്ഞിട്ടാണ് കുട്ടികൾക്ക്. ഇവിടെ കുറേ ടോയ്സ് ഒക്കെ ഉണ്ട്, എടുക്കണ്ട കേട്ടോ. കുറേ കുഞ്ഞു കാറുകളും ഇതൊക്കെ ഉണ്ട് ഇവിടെ. അവിടെ അങ്ങനെ എന്തൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ബേബീസിൻ്റെ ഡ്രസ്സ്, അതൊക്കെയാണ് ബേബി സെക്ഷൻ ആണ് ഈ ഒരു ഏരിയയിൽ. കുട്ടികൾക്ക് പാല് അതൊന്നും ഇല്ല. നമുക്ക് ആരെങ്കിലും ഇവിടെ ബോറടിക്കും. കുറച്ച് നേരം ഇങ്ങനെ നടക്കാം, ഓരൊക്കെ ഇവിടെ ഇങ്ങനെ നടക്കാം. നമുക്കില്ലേ കുറച്ച് ഫോട്ടോസ് എടുക്കാം. ഇങ്ങനെ കുറച്ച് ഫോട്ടോ നമ്മൾ എന്താ പറയുക, ഞങ്ങൾ വെറുതെ ഫോട്ടോ എടുത്ത് ഞങ്ങൾ രണ്ടാളൊരു ഫോട്ടോ മിറർ കൂടി എടുത്തപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് അതിൽ ഒരു പെട്ട്. അപ്പം അപ്പോൾ ഞങ്ങൾ പോയി കണ്ട് സംസാരിച്ച് ഫോട്ടോ എടുത്തു. നല്ല രസം. നമുക്ക് കാണിച്ചു തരാൻ പറ്റും. നമ്മൾ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം. അതിന് മുമ്പ് ഞങ്ങളൊന്ന് കാണിച്ചു തരാം. ഞങ്ങൾ വിളിക്കുന്നു ഗൈസ്. നമുക്ക് നമ്മൾ കുട്ടികളുടെ ഡ്രസ്സൊക്കെ നോക്കിയിട്ട് ഗൈസ് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തു. ഇനി വലിയൊരു ഡ്രസ്സൊക്കെ എടുത്തു. ഇനി ഞങ്ങളുടെ ഡ്രസ്സ് എടുക്കണം അല്ലേ? ഞങ്ങൾക്ക് കൂടി ഡ്രസ്സ് എടുക്കാനുള്ളത് എടുത്തിട്ട് നമ്മളിവിടെ ഒരു കമ്മലാണ്. അങ്ങനെ കമ്മലുണ്ട്. അതിന് കമ്മലും മാലയും കുറച്ച് ഫാൻസി അതൊക്കെ എടുക്കാണ്ട് ചടങ്ങുകളിലേക്ക് കിടക്കാം. ഗൈസ് ഇവിടെ നല്ല അടിപൊളി ഷൂസൊക്കെ ഉണ്ട് ഗൈസ്. അടിപൊളി ഇവിടെ ചെരുപ്പുകൾ, അടിപൊളി ഷൂസ്. ഇവിടെ ഫുൾ അടിപൊളി ഷൂം കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ ഫാമിലിയിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. സോ നമ്മളിപ്പോൾ നടക്കുന്നത് അറിയില്ല. ഇവിടെ നല്ല വീടാണ്. സോ എന്തായാലും നമുക്ക് ഹോട്ടലിൽ എത്തിയിട്ട് ബാക്കി ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ നമ്മൾ ഗൈസ് KMT കയറാണ്. ഞങ്ങൾ KMT കയറാണ് ഗൈസ്. നമുക്ക് കയറാം.
തണുപ്പ് കുറവ്. പോയി നോക്കിയിട്ട് വരാം. ഗൈസ് നമ്മൾ ലിഫ്റ്റിൽ പോകാൻ എത്ര ഫ്ലോർ പോണ? നാലിലാട്ടോ. ഗൈസ് നമ്മള് ഫ്ലോർ നാലിലേക്കാണ് പോകുന്നത്. ഇവിടെ എ സി ഉണ്ട്, ലിഫ്റ്റിൽ എ സി. അത് എ സി വണ്ടി കളിച്ചാൽ പുറത്തിലെ ഫ്ലോർ ഉണ്ട്. തുറക്കൂല. അവിടെ തുറക്കും. ആ ഫ്ലോറിലെത്തി. അയ്യോ ലിഫ്റ്റ് ഇത് നമുക്ക് ഞാൻ വിചാരിച്ചു ലിഫ്റ്റ് കിടന്നു. കിഡ്സിന്റെ സെക്ഷൻ നമ്മളിവിടെ ഇറങ്ങിയിട്ട് ഓ ഓ നോക്കാം. നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ഗൈസ് അയ്യോ നടന്ന് നടന്ന് വെയിലും ഇതും കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാം. നല്ല 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 ഡ്രസ്സുകളൊക്കെ ഉണ്ട് ഇവിടെ. കാണിച്ചുതരാം. ഇവിടെ കുറേ ഡ്രസ്സ് ഉണ്ട് കാര്യങ്ങളും. ഗ്യാസ് ഓണായിക്കണം. ബേബി സെക്ഷൻ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. ഇവിടെ നല്ല സുഖമുണ്ട്. ആ അവിടെ വലിയൊരു മിറർ. ഹായ് വാവ്. ഇവിടെ ലൈറ്റ് ഉണ്ട് ഗൈസ്. ഓക്കെ ഇവിടെ ഇങ്ങനെ കുറച്ച് ടീഷർട്ടും ഗൈസ്. ഇവിടെ കുറേ ഷർട്ട്. ഇവിടെ ബോയ്സ് സെക്ഷൻ ആണ് ഗൈസ്. അല്ല ആ ഇതാ നമുക്ക് എടുക്കുന്ന ഫോട്ടോ ആ പുതുമാരന്മാർക്കുള്ള പോലത്തെ ഗൈസ്. ഓ ഇത് നല്ല കട്ടിയുണ്ട് ഗൈസ്. ഓ ഓ വൈറ്റ്. ഓ വൈറ്റ് ഉണ്ട്. ഇതാണ് നമ്മൾ എടുക്കുന്നത്. വേറെ പിങ്കും അല്ല കളറൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് വേറെ കളർ ആവാനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഡ്രസ് നോക്കട്ടെ. ഇവിടെ ഇനി അങ്ങോട്ട് പോവാം ഗൈസ്. നമുക്ക് നോക്കട്ടോ. നല്ല അടിപൊളി ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വാവ് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം. ഇങ്ങനെ നടക്കാം. ശരി ഒന്ന് ഓടി സോണി വിട്ടിട്ട് ഓടി. എനിക്ക് പറ്റിയത് അതൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ നമ്മളതൊന്നും
നോക്കാം. നമ്മൾ അയാൻ ഡ്രസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വൈറ്റ് ഡ്രസ് എടുത്തിട്ടുണ്ട്. അയാനെ നമ്മൾ പറഞ്ഞ ആ ഡ്രസ്സില്ലേ, നമ്മൾ കാണിച്ചു തന്നൊരു വൈറ്റ് ഇപ്പം പറഞ്ഞില്ല ഒരിക്കും അതെടുത്തിട്ടാണ് എൻ്റെ മെച്ച് ചെയ്യുന്നത്. അതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞില്ല അത് എടുക്കുള്ളൂ. കാരണം നമ്മൾ വൈറ്റ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഡ്രസ്സ്. ആയി അതെടുക്കില്ല, നമുക്ക് വേറെ എടുക്കും. എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ അയൺ ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏത് കളർ എടുക്കണം? ഓഫ് വൈറ്റിനാണ്. ഓഫ് വൈറ്റ് എങ്ങനത്തെ എടുക്കണമെന്ന് പറഞ്ഞു. ഒരു കോട്ട് എടുത്തു ഗൈസ്. നമുക്ക് പോയൊക്കെ ഏത് കോട്ടാണ് എടുത്തത്? അതന്നെ എടുത്തേ. ഏത് കോട്ട എടുത്തു? ഈ ഫോട്ടോ എടുക്കാൻ പോകണത് യെസ് ഗൈസ് പറഞ്ഞ പോലെ തന്നെ. ഈ കോട്ടോ അല്ലെങ്കിൽ ഈ കോട്ടോ അല്ലെങ്കിൽ ഈ കോട്ടോ, ഒന്നെങ്കിൽ ഈ കോട്ട് എടുക്കും, അല്ലെങ്കിൽ ഈ കോട്ടോ, അല്ലെങ്കിൽ ഇതോ ഈ കോട്ട് എടുക്കും, അല്ലെങ്കിൽ ഇത്. ഇതിലൊക്കെ ഏതെങ്കിലൊക്കെ ഒന്നെടുക്കും എന്നാണ് പറയണത്. നമുക്ക് ഇത് ഷർട്ടാണ് തരാ. ആ ഷർട്ട് എടുത്ത ഇതാണ് എടുത്തത് ആണോ പറയുന്നത്? ഷർട്ടോടെ ഇങ്ങോട്ട് ഷർട്ട് ഇതാണ് നോക്കണത്. ഇതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഷാനുനും അതന്നെയാണ്. ഇപ്പോഴും ഡ്രസ്സ് ഞങ്ങൾക്ക് രണ്ടാക്കും ഒരേ കോട്ടും റയാനൊക്കെ ഒരേ കിട്ടിയില്ല. നമ്മളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ കോട്ട് അല്ല അവിടെ ഷർട്ട് എടുക്കണം. അവരവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓഫ് വൈറ്റ് ഷർട്ടാണ് നോക്കും. തരാം. ഇതാണ് അതാണ് ഒന്ന് നോക്കിയിട്ടുള്ളത്. ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ചാനലിൻ്റെ പേര് അത് പാകം നല്ല അടിപൊളി വെച്ചിട്ട്. പക്ഷെ എനിക്കിതുവരെ നോക്കിയിട്ടില്ല. എനിക്കും കൂടി ഒന്ന് നോക്കാണ്ട്. അടിപൊളി അടിപൊളി ടോപ്പ്. പക്ഷെ ഇതൊന്നും ഞാൻ പിന്നെ എപ്പോഴെങ്കിലൊക്കെ വരുമ്പോൾ നമ്മൾ കല്യാണ ഡ്രസ്സ് എടുക്കണം. എൻ്റെ പുതിയ നമ്മളെ ഡ്രസ്സ് ആ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓ ഇതും സെറ്റാണ്. അടിപൊളി സെറ്റ്. അടിപൊളി രസം. ഇത് സെറ്റാണ്. ഇത് സെറ്റാണ്. പിന്നെ അത് സെറ്റാണ്. അതൊക്കെ സെറ്റാണ്. എല്ലാം ഫുൾ അടിപൊളി. കുറച്ച് നേരം ഇവിടെ ഞാൻ ഇവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഇതിൽ ആ കാണുന്ന വൈറ്റ് ആണോ ഓൻ പറഞ്ഞത് എടുക്കാൻ നോക്കിയതാണ്. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. മമ്മ വൈറ്റാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പക്ഷെ നല്ല അടിപൊളി. അത് ഫുള്ള് സെറ്റ് ആയിട്ടുള്ള ഡ്രസ് കോട്ടാണ്. അതിന് ഷർട്ട് പക്ഷെ നല്ല ഇതുണ്ട്, എന്താ പറയാ, കട്ടി. ചൂടെടുത്തിട്ട് നിൽക്കൂല. ഞങ്ങൾ ചൂട് നിൽക്കൂല. ഊരാനും ബുദ്ധിമുട്ടാണ്. നിനക്ക് ഊരണം. ആ ശരിയാ. ഷാനോ തളക്കളോ അപ്പം നല്ല തിളങ്ങിയിട്ടുള്ള ഒരു മോഡലാണ് ഒരു നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കളറാവണ്ടേ, ജലദോഷം പിടിച്ചിട്ട്. അപ്പം ഇവരത് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇന്ത്യതും നോക്കാണ്ട്. ഇവിടെ അയാൻ്റെ അനിയത്തി ഉണ്ട് ഇവിടെ. എല്ലാവരും ഇവിടെ ഇങ്ങനെ ഓടി കളിക്കണം. ഞാനിവിടെ ഇങ്ങനെ എല്ലാവരും അതാണ് തോന്നുന്നത്. ഈ കാണുന്ന ഷർട്ട് അതിനുള്ളിലിടാനുള്ള ഷർട്ടാണ്. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഷർട്ട് എടുക്കാറ് ആയിരിക്കും മിക്കവാറും. കാരണം ആ വൈറ്റിൻ്റെ ഉള്ളിൽ പക്ഷെ ബ്ലാക്ക് ആണ് എല്ലാവരും രസം. എന്തായാലും നോക്കാം. അങ്ങനെ നമ്മൾ ക്യാൻറ്റീനിൽ ഇറങ്ങി. അവിടെ ഡ്രസ്സ് നോക്കിയിട്ടില്ല. നമ്മൾ നല്ല 3 മണിക്കായി. നമ്മൾ രാവിലെ പിന്നെ വീട്ടിലാണ് 10 മണിക്കൊക്കെ വന്നാൽ നമ്മൾ 12 മണിക്കാകുമ്പോൾ കുറേ നേരം അടിച്ചു വെക്കണം. പിന്നെ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. നമ്മൾ കുഞ്ഞു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇത് കഴിക്കാൻ അങ്ങനെ നമ്മൾ എന്താ പറയുക, ഫുഡ് കഴിച്ച് വയറ് ഫുള്ളൊക്കായി അല്ലേ. ഞങ്ങൾ ബിരിയാണിയാണ് തിന്നത്. ഇത് എന്താ പറയുക, ഒരു മ്യൂസിയമായിട്ടൊരു ഹോട്ടലാണ്. കാരണം എന്താ വെച്ചാൽ പണ്ട് കാലത്തെ അടുക്കളത്തെ എല്ലാ സാധനവും ഉണ്ട് അവിടെ. ഫുഡൊക്കെ കഴിച്ചു. ഇനി നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നമുക്ക് ഇനി എന്തായാലും പോവാം. അങ്ങനെ നമ്മളിപ്പോൾ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. സോ നമ്മൾ കുറേ നേരം ഓരോന്ന് വന്നു കാലൊക്കെ കളയാൻ. ഇനിയിപ്പോ പോണം നിങ്ങളിവിടെ ഡ്രസ്സ് ഡ്രസ്സ് നോക്കാണെങ്കിൽ അയ്യോ അങ്ങനെ ഇപ്പം ഇതുകൊണ്ട് വേറെ കാറ് പറയുന്ന പിന്നെ കുറേ നേരം നടന്നാൽ പിന്നെ കയ്യിലല്ലോ. ശരി. കുറേ നേരം നടന്നു കുഴങ്ങി. അടിപൊളി ടോപ്പ്. അതിവിടെ ഉള്ളത് ഒന്നും പറ്റില്ല. നമുക്ക് എന്തായാലും ഡ്രസ്സൊക്കെ നോക്കാം. മുകളിലത്തെ ഫ്ലോർ നമ്മള് അടുത്ത ഫ്ലോർക്ക് പോവാണെങ്കിൽ മേലത്തെ ഫ്ലോറിക്കാണോ പോകണം, അടിയത്തെ മുകളിലത്തെ ഫ്ലോർക്ക് തന്നെ പറഞ്ഞു. ഇവിടെ ബോയ്സിന്റെ സെക്ഷനാണ്. ഫസ്റ്റ് ഫ്ലോർ. വന്ന പാടെ തന്നെ
എനിക്ക് പറ്റിയിട്ടൊന്നുമില്ല, കാരണം ഇവിടെ ഫുൾ ബോയ്സ് ഡ്രസ്. അല്ലേ നല്ലതായിട്ട് വാങ്ങണം. നമ്മൾ ഓർഡറൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി ബില്ലടിച്ചാൽ നിൽക്കുകയാണ്. ഇനി നമ്മൾ ഒരു ഡ്രസ് കടയിലും കൂടി കയറുന്നുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം 3 കയറി, ഇനി 4 കയറാൻ പോകും. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തു. മീൻസ് സ്റ്റുഡിയോ വന്നിട്ട് കുറച്ച് ഡ്രസ്സ് എടുത്തു. ഇനി നമ്മൾ കുറച്ചും കൂടി ഡ്രസ്സ് എടുക്കാനുണ്ട്. ഇവിടെ വന്നത് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് പോകുമ്പോഴുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ അവിടേക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഡ്രസ്സ് അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറേ എനിക്ക് ഇവിടുന്ന് ഇഷ്ടപ്പെട്ടു. അതൊക്കെ മേടിക്കണം എന്നുണ്ട്, പക്ഷെ മേടിച്ച് തരില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇനി നമ്മൾ പോകും അടുത്ത വേറെ ഏതൊരു കടയിൽ പോകും. ലൂമിയിൽ പോകും ഡ്രസ്സ്. പിന്നെ നമ്മൾ ഇനി ലൂമിൽ പോവാണ്. ഇനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷം കാണാം. അങ്ങനെ നമ്മൾ ഡ്രസ്സ് എടുത്ത് രാത്രിയായി. നമ്മൾ പിന്നെ സ്റ്റുഡിയോന്ന് ഇറങ്ങിയപ്പോൾ രാത്രിയായി. ഇവിടെ ഇവൻ്റെ അനിയന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അനിയത്തിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ക്രയോൺസിൽ കയറി. പിന്നെ ഇനി നമ്മൾ ലൂമിക്കാണ് ഗൈസ് പോകുന്നത്. ഞങ്ങൾക്ക് ഇതുവരെ ഡ്രസ്സ് എടുത്തില്ല, പക്ഷെ വേറെ ഡ്രസ്സ് എടുത്തു. നമ്മളെ കല്യാണം കഴിഞ്ഞ് ചെക്കന് വീട്ടിൽ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് അല്ലേ അത്. നമുക്കിന്ന് ജീവിതകാലം മൊത്തം തന്നെ അങ്ങനെ ഇടാം. ഞങ്ങൾ സെയിം ആട്ടോ എടുത്തത്. എടുക്കണത് മീൻസ് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തു, പക്ഷെ ഡ്രസ്സ് കാണിച്ചു തരില്ല. അത് അന്ന് ഇടുമ്പോൾ കാണാം. ഓഫ് വൈറ്റാണ് കളറ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. നമ്മൾ കുറേ ആയിട്ട് അത് പറയുന്നുണ്ട്. കളർ അതാണ് ഗൈസ്. സോ ഈ ബാഗും നിങ്ങൾക്ക് മര്യാദക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ പേപ്പർ സോപ്പൊക്കെ മേടിച്ച് ഞങ്ങൾ ഈ കട മൊത്തം മേടിക്കാം, എന്താ പറയുക, അവിടെ കാണുന്നത് മൊത്തം മേടിക്കാൻ പറയും. പക്ഷെ നമുക്ക് ചിലത് മാത്രം മേടിക്കുന്നുള്ളൂ. നമ്മൾ എന്താ പറയുക, ഇപ്പോൾ വേറെ കടയിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പേര് വെഡ് ലോഞ്ചിങ് ആണ്. നമ്മൾ ഡ്രസ്സ് അടിക്കാനുണ്ട്. നമ്മൾ അത് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഡ്രസ്സ്. അപ്പം ഇനി നമുക്ക് ഉള്ളിൽ നിന്ന് കാണാം. നമ്മളിങ്ങനെ വെഡ് ലോഞ്ചിന് ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണ് ഇവിടെ അടിക്കാനല്ല, ഇവിടെ ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് ബോയ്സിന് അല്ലേ. കോട്ട് ഇതൊക്കെ എടുക്കാൻ നമ്മൾ ഫാമിലിയിൽ നിന്ന് കോട്ട് എടുത്തിട്ടില്ല, അതുകൊണ്ട് ഇവിടെ നല്ല ഫാമിലിയിൽ നിന്ന് നമ്മൾ കുറച്ച് വലിയൊരു ഡ്രസ്സ് മാത്രം എടുത്തിട്ടുള്ളൂ എന്ന് ആദ്യം പറഞ്ഞിരുന്നു. ഇപ്പം ഞങ്ങൾക്കുള്ള ഡ്രസ്സാണ് എടുക്കുന്നത്. സോ ഇനി അവിടെ നിന്ന് ഇവർക്കുള്ള ഡ്രസ്സാണ് എടുക്കുന്നത്. ഇനി നമ്മളെ ഡ്രസ്സ് എൻ്റെ ഡ്രസ്സ് നമ്മൾ വേറെ ഏതെങ്കിലും കടയിൽ നിന്ന് മേടിക്കും. ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓരോരോ ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ അനിയത്തിൻ്റെ ഒരു ഡ്രസ്സ് നോക്കുന്നുണ്ട്. നോക്കാം ഏത് ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. ബാക്ക് ക്യാമറയിൽ കാണിച്ചിരിക്കും ഗൈസ്. നമ്മൾ എന്താ പറയുക, അയാളെ ഡ്രസ്സ് ഇട്ട് വെക്കാൻ പോയതാണ്. ഇവിടെ ഷൂ ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അയാൾ വന്നിട്ട് നോക്കാം എങ്ങനെയുണ്ടോ എന്ന് കാണാൻ. സോ ബാക്കി വിശേഷം അപ്പം കാണാം. അവൻ കയറിയിട്ട് കുറേ നേരമായി ആണ്. ഇതിൽ ഇരുന്നോളി, പൊട്ടുന്നില്ല. ഓട്ട് വന്നു ഗൈസ്, ഞാൻ കാണിച്ചില്ല. ബാക്ക് അയാൻ്റെ ഡ്രസ്സ് വേറെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി വിശേഷം. ഇനി ഞങ്ങൾ ഡ്രസ്സ് എടുത്തിട്ട് ഇനി ഇന്ത്യൻ കൂടി ഡ്രസ്സ് എടുക്കാമല്ലോ. സോ നമുക്ക് ഇന്ത്യൻ കൂടി ഡ്രസ്സ് എടുത്തിട്ട് ബാക്കി വിശേഷം അവിടെ നിന്ന് കാണാം. എൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ നമുക്കറിയാം, നോക്കാം. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ വീട്ടിലേക്ക്. സോ ഇനി ബാക്കി വിശേഷം വീട്ടിലെത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഒരുപാട് യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല ക്ഷീണമുണ്ട്. കുറേ നേരമായി നമ്മൾ പോയിട്ട്, ഒരു 10 മണിക്കൂറായില്ലേ, അത്രയായി. സോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയുള്ള. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കാണാത്തവർക്ക് ഷെയർ ചെയ്യാം. പുതിയൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.